വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. കഴിഞ്ഞ വീഡിയോയിൽ ലൂപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഇന്ന് നമ്മൾക്ക് ഫോർ ലൂപ്പ് എന്താണ് എന്ന് നോക്കാം. നമുക്ക് പ്രാക്ടിക്കൽസിലേക്ക് കിടക്കാം. സബ്ലൈം ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ചെയ്ത് നോക്കാം. ഒരു പുതിയ പ്രോഗ്രാമായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ലൂപ്പ് 2.c എന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഹാഷ് ഇൻക്ലൂഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മളൊരു റിട്ടേൺ വാല്യൂ ആദ്യമേ ടൈപ്പ് ചെയ്ത് വെച്ചു. ഞാനിവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ ടൈപ്പ് ചെയ്ത് വയ്ക്കുകയാണ്. ഓക്കെ, ഒരു ഐ എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തു. ഇനി ഞാൻ ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ ലൂപ്പ് വരുന്നത് എങ്ങനെയാണ്? ഫോറിനകത്ത് ആദ്യം ഒരു ഇനീഷ്യലൈസേഷൻ വരും. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇൻറ്റ് ഐ ഈക്വൽ ടു 0 അല്ലെങ്കിൽ വെറുതെ ഐ ഈക്വൽ ടു 0 കൊടുത്താലും മതി. നേരത്തെ ഐ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഐ ലെസ്സർ ദാൻ 10 ആണ്, 10നേക്കാളും ചെറുതാണ്. നെക്സ്റ്റ് ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഐൻ്റെ വാല്യൂവിനെ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു. പിന്നെ ഒരു കണ്ടീഷൻ കൊടുത്തു, പിന്നെ ഒരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ കൊടുത്തു അല്ലേ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതാം. പ്രിൻ്റ് എഫിനകത്ത് ടെസ്റ്റ് എന്ന് എഴുതി. ഓക്കെ, നമുക്കിതിനെ സേവ് ചെയ്തിട്ട് ഓടിച്ച് നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുന്നുണ്ട്, ഒരു സൈഡിലേക്ക് അലൈൻ ചെയ്യാം. ഇനി ഡെസ്ക്ടോപ്പിലേക്ക് പോകാം. അവിടെയാണ് സേവ് ചെയ്തിട്ടുള്ളത്. കോഡിൻ്റെ പേര് ലൂപ്പ് 2 എന്നാണ്. ലൂപ്പ് 2.c. എനിക്ക് ഔട്ട്പുട്ട് വേണ്ടത് ലൂപ്പ് 2.exe എന്ന പേരിലാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, നമ്മളെന്തോ മിസ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഇവിടെ ഒരു കോമയുണ്ട്. ഈ കോമ ആവശ്യമില്ല. പ്രിൻ്റ് എഫിനകത്ത് ഒരു കോമ ഓട്ടോമാറ്റിക്കലി വന്നതായിരുന്നു. ഇനി നമുക്ക് വീണ്ടും കമ്പയർ ചെയ്യാം. കമ്പൈൽ ആയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ ലൂപ്പ് 2.exe എന്ന് പറഞ്ഞൊരു ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമുക്കതിനെ ഓടിച്ച് നോക്കാം. പക്ഷെ നമ്മൾ വീണ്ടും ഒരു ഗെറ്റ് സി എച്ച് ഇവിടെ മിസ് ചെയ്തിട്ടുണ്ടല്ലേ. നമുക്ക് ആ ഗെറ്റ് സി എച്ചും കൂടി ഇടാം. സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും കമ്പൈൽ ചെയ്യാം. ഓക്കെ, ഇനി ഡെസ്ക്ടോപ്പിൽ പോയി നോക്കിയാൽ ഇതിനെ റൺ ചെയ്യാം. റൈറ്റ്, ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് കുറേ തവണ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 4 5. ഓക്കെ, ഇത് 10 തവണ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കോഡിനകത്ത് എന്താ പറഞ്ഞത്? ഐ ഈക്വൽ ടു 0, ഐ ലെസ്സർ ദാൻ 10, ഐ പ്ലസ് പ്ലസ്. അപ്പോൾ ഇത് ഒരു തവണ എക്സിക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ലൈനേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ആവുന്നില്ല, പകരം വീണ്ടും എക്സിക്യൂട്ട് ആവുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഐ ഒരു തവണ ഇൻക്രിമെൻ്റ് ആവും. ഓക്കെ, ഇങ്ങനെ 10 തവണ റൺ ആകുമ്പോഴേക്കും ഐൻ്റെ വാല്യൂ 10 ആയിട്ടുണ്ടാവും. പിന്നെ ഐ ലെസ്സർ ദാൻ 10 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അത് ട്രൂ ആവില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ബ്രേക്ക് ആയി പോകും. ഓക്കെ, നമ്മൾക്കിത് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇവിടെ ഒരു പ്രിൻ്റ് എഫ് ഇടാം. കണ്ടീഷൻ ബ്രേക്ക് എന്നിവിടെ എഴുതിയാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി വേണമെങ്കിൽ ഈ ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവുന്നതൊക്കെ കാണണമെങ്കിൽ നമ്മൾക്കിവിടെ ഒരു പ്രിൻ്റ് കൂടി ഇടാം. ഐ ഈക്വൽ ടു %d എന്ന് പറഞ്ഞിട്ട് ഇവിടെ കോമയ്ക്ക് ശേഷം ഐൻ്റെ വാല്യൂ അവിടെ വരാൻ വേണ്ടി കൊടുക്കാം. ഇനി ഇതിനെ സേവ് ചെയ്തിട്ട് ഒന്നുകൂടി കമ്പൈൽ ചെയ്യാം. കമൻറ്റ് പ്രോംപ്റ്റിൽ കമ്പയർ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു പ്രശ്നം പറയുന്നു, പെർമിഷൻ ഡിനൈഡ്.
ലൂപ്പ് ടു ഡോട്ട് എക്സി. ഓക്കെ, നമ്മളുടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫയൽ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ക്ലോസ് ചെയ്യണം, എന്നിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾക്ക് ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഔട്ട്പുട്ട് ഫയൽ വീണ്ടും ഓടിച്ച് നോക്കാം. ഓക്കെ, നമ്മൾക്കിവിടെ ഒരു ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് കാണുന്നുണ്ടല്ലേ. ഇവിടെ i=0 എന്നാണ് ഫസ്റ്റ് വന്നത്, പിന്നെ i=1, i=2, i=9 വരെ വരുമ്പോഴേക്കും വീണ്ടും i=10 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവാത്തതുകൊണ്ട് അവിടെ നിന്ന് ബ്രേക്കായി. ഇത് ബ്രേക്ക് ആയതിനു ശേഷം എന്തായിരിക്കും ഐൻ്റെ വാല്യൂ? ആക്ച്വലി 9 വരെയാണോ ഇൻക്രിമെൻ്റ് ആവുന്നത് അതോ 10 ആവുന്നുണ്ടോ? നമ്മൾക്ക് ആ ഡൗട്ട് തീർക്കണമെങ്കിൽ ഇവിടെ നമ്മൾക്ക് ബ്രേക്ക് ആയതിനു ശേഷം ഐൻ്റെ വാല്യൂ ഒന്നുകൂടി പ്രിൻ്റ് ചെയ്യിപ്പിച്ച് നോക്കാം. സേവ് ചെയ്തു. നമ്മളുടെ ഔട്ട്പുട്ട് റണ്ണിങ് ആണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യണം. ഓക്കെ, ഈ വിൻഡോ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ നേരത്തെ പോലെ നമ്മൾക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കമ്പൈൽ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഓടിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നോക്കാം. ലാസ്റ്റ് ലൈനിൽ നോക്കുകയാണെങ്കിൽ ഐൻ്റെ വാല്യൂ 10 ആണ് എന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ ഇവിടെ വെച്ചിട്ടാണ് ഇനീഷ്യലൈസ് ചെയ്തത്. 4ൻ്റെ അകത്തുനിന്ന് 0 കൊടുത്തിരുന്നു. ഇനി അവസാനം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് 10 ആക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഇതാണ് ബേസിക്കലി ഒരു ഫോർ ലൂപ്പ്. ഇനി പറയൂ, നമ്മൾക്ക് ഒരു കോഡിനകത്ത് ഒരു 2-3 ഇൻസ്ട്രക്ഷൻ സെറ്റ് നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. കോഡിനകത്ത് പല സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്നു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്കൊരു ഡിസ്പ്ലേ ഉണ്ട്. ഈ ഡിസ്പ്ലേക്കകത്ത് വാല്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലൈൻസ് ഓഫ് കോഡ് ഒരു 5-6 ലൈൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഇത് പല സ്ഥലത്തും നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പകരം ഈ 6 ലൈൻ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ പകരം ഈ 6 ലൈനിനെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എഴുതിയിട്ട് അതിനെ ഒരു ബോഡിക്കകത്താക്കിയിട്ട് ഇതിനൊരു ഫംഗ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഈ ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. വോയിഡ് ഡിലേ ടൈം, വോയിഡ് ഇവിടെ ഒരു printf, ഇതിനകത്തൊരു മെസ്സേജ് ഹലോ. അത് കഴിഞ്ഞ് ഞാൻ ഡിലേ ടൈം എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നു. പിന്നെ വീണ്ടും printf, എന്നിട്ട് ഇവിടെ ഹൗ ആർ യു. ഇനി വീണ്ടും ഡിലേ ടൈം, വീണ്ടും ഒരു printf, ഹൗ വാസ് യുവർ ഡേ. 3 മെസ്സേജസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് 2 തവണ ഡിലേ ടൈം എന്നൊരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാൻ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോകണം. വോയിഡ് ഡിലേ ടൈം. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് കുറച്ച് ലൈൻസ് കോഡ് എഴുതാൻ പറ്റും. ഞാനിവിടെ ഒരു ഫോർ ലൂപ്പ് എഴുതാണ്. ഓക്കെ, എനിക്കൊരു 2 വേരിയബിൾസ് വേണം. നമ്മളിപ്പോൾ കോഡിങ് നമ്മൾ പലപ്പോഴും കോളേജിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കില്ല വേരിയബിൾ എഴുതിയത്. ഇൻറ്റ് i, j അങ്ങനെ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പഠിക്കുന്ന ടൈമിൽ അത് ഓക്കെയാണ്. അത് സി കോഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കമ്പൈലറിനെ സംബന്ധിച്ച് അതിലെ മിസ്റ്റേക്കൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കമ്പനിക്കകത്ത് നമ്മൾ ഒരുപാട് വലിയ കോഡ്സൊക്കെ എഴുതുമ്പോൾ ഒരു ഡിസിപ്ലിനായിട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ഓരോ വേരിയബിളും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് വേറെ സെഷനിലെല്ലാം
നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളുടെ ഐ എന്നുള്ള വേരിയബിൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഇനി ഐ ലെസ്സർ ദാൻ ഞാനൊരു 50,000 വാല്യൂ കൊടുക്കുന്നു. എന്നിട്ട് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഓക്കെ, ഇനി ഫോർ ലൂപ്പിൻ്റെ ബോഡിയിൽ ഞാൻ മറ്റൊരു ഫോർ ലൂപ്പ് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ലൂപ്പാണ്, ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ്. ഓക്കെ, ഇനി ഞാൻ അതിനകത്ത് കൊടുക്കുന്നത് ജെനെ ഇനീഷ്യലൈസ് ചെയ്തു. ഇനി ജെ ലെസ്സർ ദാൻ വീണ്ടും ഒരു 50,000 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ജെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ കൊടുത്തു. ഇനി ഞാനിതിൻ്റെ അവസാനം സെമിക്കോളൻ ഇട്ടു. അപ്പോൾ ഈ ഫോർ ലൂപ്പിന് പ്രത്യേകിച്ച് ബോഡിയൊന്നുമില്ല, എന്നുവെച്ചാൽ ഈ ഫോർ ലൂപ്പ് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആദ്യത്തെ ഫോർ ലൂപ്പ് ഐനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ബോഡിക്കകത്തുള്ളതിനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. എക്സിക്യൂട്ട് ചെയ്യുന്നത് അകത്തുള്ള ഫോർ ലൂപ്പിനെയാണ്. ആ ഫോർ ലൂപ്പിൽ ബോഡിയൊന്നുമില്ല, അത് ചുമ്മാ ഇങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്താൽ മതി. സിംപ്ലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ ടൈം ചുമ്മാ കളയുന്നു. ഇതാണ് ചെയ്യുന്നത്. ചുമ്മാ ഒരു 100 വരെ എണ്ണിയിട്ട് വരൂ എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ്. 50,000 വരെ 50,000 തവണ എണ്ണുക എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് സിംപ്ലി ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഏറ്റവും അവസാനം നമ്മൾക്കിവിടെ ഒരു ഗെറ്റ് CH കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഹാഷ് ഇൻക്ലൂഡ് .io.h വേണ്ടി വരും. ഇനി നമ്മൾക്കിതിനെ കമ്പൈൽ ചെയ്യണം. കമാൻഡ് പ്രോംപ്റ്റിൽ പോയി ഡെസ്ക്ടോപ്പിലേക്ക് പോയി അവിടെ നിന്ന് GCC സ്പേസ് ലൂപ്പ് 3 ആണ്, loop 3.c. എനിക്ക് ഔട്ട്പുട്ട് നെയിം വേണ്ടത് loop3.exe. ഇങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഫയൽ ഉണ്ടാക്കുന്നത്. കമ്പൈലായി നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാം. ലൂപ്പ് 3 ഇതാണ് നമ്മളുണ്ടാക്കിയ കോഡ്. വിൻഡോ ഓപ്പണായി ഹലോ എന്ന് മാത്രം കാണുന്നുണ്ട്. ബാക്കി നമ്മൾ കൊടുത്ത ടെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റ് വന്നു, ഹൗ ആർ യു എന്ന് വന്നു. ഇനി ഒരു ഡിലേ കഴിഞ്ഞാൽ അടുത്ത മെസ്സേജും വന്നു, ഹൗ വാസ് യുവർ ഡേ. ഇപ്പോൾ വർക്ക് ചെയ്ത് എങ്ങനെയാണ്, നമ്മൾ ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം കുറേ ടൈമിന് ശേഷം ആണ് അടുത്ത മെസ്സേജ് വന്നത് അല്ലേ. അപ്പോൾ ആ ടൈം നമ്മളിവിടെ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത്, ഇവിടെ ഒരു ഫോർ ലൂപ്പിനകത്ത് വേറെ ഫോർ ലൂപ്പ് കൊടുത്തു, എന്നിട്ട് ഒരു നമ്പർ കൊടുത്തിട്ട് വെറുതെ കൗണ്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കോഡിങ് നിങ്ങൾ നേരത്തെ പഠിച്ചപ്പോഴൊക്കെ ചിലപ്പോൾ വേറെ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ Windows.h എന്ന് പറഞ്ഞ ലൈബ്രറി എടുത്തു കഴിഞ്ഞാൽ വേറെ ഫംഗ്ഷനൊക്കെ ഉണ്ട്. ഇതെല്ലാം പക്ഷേ നിങ്ങളൊരു കമ്പ്യൂട്ടറിൽ ഒരു വിൻഡോസിന് വേണ്ടിയൊക്കെ കോഡിങ് ചെയ്യുമ്പോഴാണ്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും റിലയബിൾ ആയിട്ടുള്ള കുറേ ലൈബ്രറീസിൻ്റെ ഒക്കെ ഓപ്ഷൻസ് വരുന്നത്. നമ്മളിത് കഴിഞ്ഞ് നേരെ മൈക്രോ കൺട്രോളറിലേക്ക് പോകും. അവിടെ നമ്മൾക്ക് PC-യിൽ ഉപയോഗിച്ച ലൈബ്രറീസ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്കൊരു ഡിലേ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ലൈബ്രറി എവിടെ നിന്നൊക്കെ കൊണ്ടുവരേണ്ടി വരും. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ഒരു കോഡ് ഉണ്ടാക്കുകയാണ്, അപ്പോൾ നിങ്ങളൊരു ലൈബ്രറി എടുത്തുകൊണ്ട് വരിക, അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ പകരം നിങ്ങൾക്ക് ഇത് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ ദിസ് ഈസ് എ ബേസിക് മെത്തേഡ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.